ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ മദ്രസൊക്കെ അടച്ചിട്ടുണ്ടാവും. ഇനി സ്കൂളും ഒരു മാസം കഴിഞ്ഞാൽ വെക്കേഷൻ ആവാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറേ ബുക്സ് ഉണ്ടാവുമല്ലോ. പഴയതെന്ന് പറയാൻ പറ്റില്ല, കാരണം 2-3 പേജൊക്കെ എഴുതി ഒത്തിരി ബുക്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ബുക്സ് ഒന്നും ഇനി ആക്രിക്കാർക്ക് കൊടുക്കണ്ട, നമുക്ക് കുറച്ച് സുന്ദര കുട്ടപ്പന്മാരാക്കി അവരെ എടുക്കാം. എന്നാൽ പിന്നെ നമുക്ക് ഡയറി ആയിട്ടോ ജേണലായിട്ടോ അല്ലാണ്ട് എന്തെങ്കിലും വർക്കിനായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. സോ ആദ്യത്തെ ബുക്ക് മേക്ക് ഓവറിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വൈറ്റ് ചാർട്ടാണ്. വൈറ്റ് ചാർട്ടിൻ്റെ ഹാഫ് പീസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ബുക്ക് ചെറുതായതുകൊണ്ട് അത്രയും വേണ്ട. അപ്പം നിങ്ങൾ എടുക്കുന്ന ബുക്ക് ഏതാണോ അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് പൊതിയാൻ പാകത്തിനൊരു പേപ്പർ എടുക്കുക. പിന്നെ നമ്മൾ നോർമൽ ബുക്സ് ഒക്കെ പൊതിയുമല്ലോ, അപ്പോൾ അങ്ങനെ പൊതിഞ്ഞെടുക്കുക. പൊതിയാൻ അറിയില്ലെങ്കിൽ അമ്മമാരുടെ ആരുടെയെങ്കിലും ഹെൽപ്പ് ചോദിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ പൊതിഞ്ഞത് വലിയ വൃത്തിയൊന്നും ഇല്ലായിരുന്നു, എവിടെയൊക്കെ കുളമായിട്ടുണ്ട്. കട്ട് ചെയ്തത് ഇങ്ങോട്ടുള്ളത് അങ്ങോട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പണ്ടെന്നോ പൊതിഞ്ഞ ഓർമ്മയാണ്. ഞാൻ കുറച്ച് രന്തം വെച്ചിട്ട് ഞാൻ ബുക്കൊന്നും പൊതിഞ്ഞിട്ട് സ്കൂളിൽ കൊണ്ടുപോയിട്ടില്ല. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, അതുപോലെ കൊണ്ടുപോകാനായിരുന്നു ഇഷ്ടം. അപ്പോൾ കുറേ ആയില്ലേ ഈ പണി എടുത്തിട്ട്, അതുകൊണ്ടാവാൻ കട്ടിംഗ് ഒക്കെ ആകെ മാറിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാനൊരു വിധത്തിലൊക്കെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. പൊതിയാനി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. ഇപ്പം ഞാൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് 4 സൈഡിലും കൂടെ പൊതിഞ്ഞെടുത്താൽ നമ്മുടെ പൊതിയിൽ കഴിയും. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് എനിക്കൊരു സ്റ്റിക്കർ വേണം. സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് സ്റ്റിക്കറല്ല, കുറച്ച് വലുത്. അതിന് വേണ്ടിയിട്ട് പിൻട്രസ്റ്റിൽ ഞാൻ ഈ ഒരു ഫോട്ടോ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഡ്രോയിങ് സ്കെച്ചൊക്കെ ഡ്രോ ചെയ്യാൻ പറ്റിയ ഒരു ആപ്പ് ഉണ്ട്, അത് ഞാൻ ഓപ്പൺ ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിൽ ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. അതൊന്നും നമുക്ക് വേണ്ട. നമ്മുടെ ഗാലറി വന്നു കഴിഞ്ഞാൽ അതിൽ പെൻസിൽ ഈ ഒരു പിക്ക് ഉണ്ട്, ആ പിക്ക് ഞാൻ സെലക്ട് ആക്കി. ഇനി അത് എത്ര സൈസ് വേണോ ആ സൈസിലൊന്നാക്കിയിട്ട് മുകളിൽ ലോക്കിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ലോക്കാക്കി കഴിഞ്ഞാൽ പിന്നെ അനങ്ങത്തില്ല. ഇനി നമുക്ക് സുഖമായിട്ട് നമുക്ക് വേണ്ട പേപ്പർ ഫോണിൻ്റെ മുകളിൽ വെക്കുക. പക്ഷേ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാൻ മറക്കരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പേപ്പറിൽ നൈസായിട്ട് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം സൺലൈറ്റ് ഉണ്ടായതുകൊണ്ട് കാണില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഇരുട്ടിന് ചെയ്തെടുത്ത് നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ഉള്ളിലൊക്കെ പോയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കളറിംഗ് ആണ്. ആസ് യൂഷ്വൽ നമ്മുടെ ബ്രഷ് പെൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ നിങ്ങളടുത്ത് പറയാറുണ്ട്, ബ്രഷ് പെൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതുവരെ ഞാൻ താഴെ കൊടുത്തിട്ടില്ല. വേറൊന്നും അല്ല കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ കൊടുക്കാൻ നോക്കിയപ്പോൾ ഞാൻ എങ്ങനെ ലിങ്ക് കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും വരുന്നത് പിൻട്രസ്റ്റിൻ്റെ ഏതോ ഒരു ലിങ്കാണ് വരുന്നത്. അങ്ങനെ 2-3 പ്രാവശ്യം നോക്കി, പിന്നെ ഞാൻ പരാജയപ്പെട്ടതുകൊണ്ട് പിന്നെ ഞാൻ നോക്കിയിട്ടില്ല. ഇനി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ ബ്രഷ് പെൻസിൽ അറിയാമല്ലോ, ഒക്കെ ലൈറ്റ് കളറല്ലേ. അപ്പോൾ ബ്ലാക്ക് ഹെയറിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് മാർക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ആ ബ്രഷ് പെൻസിൽ യൂസ് ചെയ്തിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മേക്ക് ഓവർ മീൻസ് ബുക്ക് മേക്ക് ഓവേഴ്സ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യല്ല. അതിന് മുൻപ് നമ്മൾ ഡയറി മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ 3 ഡയറീസ് മേക്ക് ഓവർ ചെയ്യുന്നതാണ്. ഡയറി മാറ്റിയിട്ട് നമുക്ക് ബുക്ക് ആക്കാം. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഞാൻ എൻഡ് സ്ക്രീനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഈ ബുക്സൊക്കെ കുറച്ച് ക്യൂട്ടായൊക്കെ ഇരുന്നാൽ നമുക്ക് പഠിക്കാനും എഴുതാനൊക്കെ ഒന്നും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. എനിക്ക് അങ്ങനെ കേട്ടോ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എന്തായാലും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ നമുക്ക് ഡെക്കോർ ചെയ്യാം. അത്യാവശ്യം കടയിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രൈസാണ് വരുന്നുണ്ട് ക്യൂട്ടൊക്കെ ആയിട്ടുള്ള ബുക്സൊക്കെ വരുമ്പോൾ. പിന്നെ വന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൊടുക്കാനൊന്നും മറക്കണ്ട. അപ്പോൾ നമ്മുടെ സ്റ്റിക്കറൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പേജൊന്ന് ഡെക്കോർ ചെയ്യണ്ടേ. ആസ് യൂഷ്വൽ നമ്മുടെ ഗ്രിഡ് ലൈൻ കൊണ്ട് തന്നെ ആവാം. ഈ ബ്രഷ് പെൻസ് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് പെയിൻറ്റ് വെച്ചിട്ടൊന്നും എനിക്ക് ഇങ്ങനെ ലൈൻസ് വരക്കലൊന്നും നടക്കില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെയിൻറ്റിങ് അത്ര വലിയ വശമല്ല. അപ്പോൾ ഈ പെന്നാണ്ട് കുഴപ്പമില്ല. പിന്നെ സ്കെയിൽ വെച്ചിട്ട് ഇത് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ട് വെക്കും. അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ചിട്ട് തന്നെ വളഞ്ഞിട്ടൊക്കെ ആണെങ്കിലും അങ്ങനെ വരക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈറ്റ് ഗ്രീനും പിന്നെ യെല്ലോയും വെച്ചിട്ട് അവിടെ ഇവിടെ ജസ്റ്റ് ഒക്കെ ഒരു ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിക്കറും കൂടെ ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. മിനി ബുക്ക് ചെയ്ത് എനിക്കിപ്പോൾ ഈ ഒരു സംഭവം മീൻസ് നോട്ട്ബുക്സിൻ്റെ കവർ മേക്ക് ഓവറിനോട് എന്തോ ഒരു ക്രഷ് അടിച്ചൊക്കെ പോലെയാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ചെയ്യാൻ, സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ, ഇങ്ങനെ ബുക്കിൽ ഒട്ടിക്കാനൊക്കെ. അപ്പം അത് വിചാരിച്ചിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ എന്തെടുക്കും വീഡിയോ എന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് മഞ്ചിലോട്ട് വന്നത് ഇതാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം 2 ബുക്ക് എടുത്തുകൊണ്ട് പോകുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നെക്സ്റ്റ് ബുക്ക് നമ്മളൊരു യെല്ലോ ചാർട്ട് പേപ്പർ വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇനിയും കവർ ചെയ്യുന്ന വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഒഴിവാക്കി പോകുമെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ചൊന്നുമില്ല, നേരത്തെ പൊതിഞ്ഞില്ലേ അതേപോലെ തന്നെ പൊതിയുക. ഇനി നിങ്ങൾക്ക് വേറെ മെത്തേഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒന്ന് ക്യൂട്ടാക്കിയാൽ അടുത്തത് വിൻറ്റേജ് ആക്കൽ നമ്മുടെ ഒരു ഹോബിയാണല്ലോ. സോ ഒരു ബ്രൗൺ കളർ ക്യാരി ബാഗ് എടുത്തിട്ടുണ്ട്. അതിന് ഇതുപോലൊരു പീസ് എടുത്തു. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ചുരുട്ടുക. എന്താ പറയുക, ദേഷ്യല്ലോലൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങോട്ട് ചുരുട്ടാന്ന് പറയില്ല, അതുപോലെ തന്നെ. വേറൊന്നുമല്ല, അങ്ങനെ ചുരുണ്ടെടുക്കുമ്പോൾ എന്തോ ഒരു ഭംഗിയാണ്. പിന്നെ വിൻഡോസിലൊക്കെ ഒന്ന് കൂടിയതുപോലെ തോന്നുകയും ചെയ്യും. ഇനി അതിൻ്റെ ഒരു സൈഡ് മാത്രം ഒന്ന് കൈ വെച്ചിട്ട് കീറി കൊടുക്കുന്നുണ്ട്. പിന്നെ പേപ്പർ ഗ്ലൂ ആക്കുന്നു, ഒട്ടിക്കുന്നു.
ഞാൻ എപ്പോൾ ഇങ്ങനെ ഒരു കോർണർ ഭാഗത്ത് ഒട്ടിക്കുമ്പോഴും ജേർണൽ ചെയ്യുകയാണെങ്കിലൊന്നും കറക്റ്റ് സൈസിൽ കീറിയിട്ട് എടുക്കാറില്ല. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ബുക്ക് തിരിച്ച് വെച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഒന്നും കൂടി നീറ്റായിട്ട് കിട്ടുന്ന പോലെ തോന്നാറുണ്ട്. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് കേരള സിലബസിലെ ഒരു 7th ഇംഗ്ലീഷിൻ്റെ ബുക്കാണ്. ഇതിൽ നിന്നുള്ള കുറച്ച് ഐറ്റംസ് യൂസ് ചെയ്തിട്ടാണ് ഇനി ഞാൻ ഈ മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ കുറച്ച് എഴുത്ത് വരുന്നൊരു ഭാഗം ഇങ്ങനെ കീറിയെടുത്തിട്ടുണ്ട്. അതിൽ 2 സൈഡ് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് മറ്റേ സൈഡ് കൈ വെച്ചിട്ട് കീറിയിട്ട് ഇതുപോലെ ഒരു കോർണറിൽ താഴെ ഭാഗത്ത് ഒന്ന് ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു യെല്ലോ ഔട്ട്ലൈൻ 2 ഭാഗത്തും വരുന്നത് പോലെ ആക്കിയിട്ടാണ് ഒട്ടിച്ചെടുത്തത് കേട്ടോ. പിന്നെ ഈ ബുക്കിൽ കുറച്ചൊക്കെ ഭംഗിയുള്ള കുറച്ച് പിക്ചേഴ്സ് ഉണ്ടായിരുന്നു ഈ സ്റ്റോറിയിലൊക്കെ വരുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ ഒരു പിക്ചർ ഞാൻ കൈ വെച്ചിട്ട് കീറിയിട്ടാണ് ഒട്ടിച്ചത്. പക്ഷേ എനിക്ക് കൈ വെച്ചിട്ട് കീറേണ്ടില്ലായിരുന്നു എന്ന് പിന്നെ തോന്നി. അപ്പോൾ അത് മുകളിൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ് ഉണ്ടായിരുന്നു ലൈറ്റ് ആൻഡ് ഷെയ്ഡ്. അതും ഞാൻ കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വൈറ്റ് പോർഷൻ വിട്ടിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് ഗ്ലൂ ആക്കിയിട്ട് ഇതിപ്പോൾ ഞാൻ ഈ വെക്കുന്നത് പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാൻ കണ്ടത് ഈ ഒരു പിക്ചറാണ്. ആ പിക്ചർ ഞാനിങ്ങനെ സ്ക്വയർ പീസിൽ അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എവിടെ വെച്ചിട്ടും കാണുന്നില്ല. കാരണം താഴത്തോട്ട് വെച്ചാൽ അത് വൈറ്റ് ആയതുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യുന്നില്ല. ഒന്നെങ്കിൽ യെല്ലോ പേപ്പറിൽ വെക്കണം അല്ലെങ്കിൽ ബ്രൗണിൽ വെക്കണം. അപ്പോൾ ഞാൻ ഒട്ടിച്ചതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് മറ്റേ ചിത്രം എത്തി താഴെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കട്ട് ചെയ്ത ചിത്രം മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ആ മുകളിലത്തെ നമ്മൾ ആ സ്ക്രാച്ച് വന്ന ഭാഗം ഒന്ന് പോവണമല്ലോ. അപ്പം ഞാൻ വീണ്ടും ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് പ്യുവർ വൈറ്റ് അല്ല, ജസ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡ് പോലൊക്കെ വരുന്നുണ്ടായിരുന്നു ആ പേപ്പറിൽ. അതും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഇങ്ങനെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ അത് വൈറ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് ഒട്ടിച്ചാൽ ഹൈലൈറ്റ് ആവില്ല. അപ്പോൾ ഞാനൊരു ബ്രൗൺ പേപ്പറിൽ ആദ്യം ഒട്ടിച്ചിട്ട് പിന്നെ ഒരു ബ്രൗൺ പോർഷൻ വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിക്കർ ഒട്ടിക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ ഒറ്റ സ്റ്റിക്കർ നോക്കിയിട്ടും കാണുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. റോസ് ആയിരുന്നു കേട്ടോ, ഒരു വൈറ്റും റെഡും റോസസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു കുഞ്ഞു റോസ് തണ്ടില്ലാത്തത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ മുകളിൽ കോർണറിലാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഈ ഒരു ബുക്കിൻ്റെ ഫൈനൽ ലുക്ക്. എന്താ പറയുക, ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വർക്കാണ്. കാരണം ഞാൻ ആ ഒരു പഴയ ബുക്കും ഈ ഒരു ബ്രൗൺ പേപ്പറും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ വലിയ കുഴപ്പമില്ലാത്ത ലുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലോങ് വീഡിയോക്ക് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പറയാം, നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതുപോലത്തെ ബുക്ക് മേക്ക് ഓവർ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും പറയാം. എനിക്കൊരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് പറയാൻ മറക്കണ്ട. ആൻഡ് ഈ 2 വർക്കിൽ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, താങ്ക് യു.